സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. മംഗളൂരുവിലെ മൊഗവീര മഹാസഭ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 2014 മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു 1.5 മാസം പിന്നിടുന്നു. പടന്നക്കാട് റെയിൽ മേൽപ്പാലത്തിന്റെ ഒഴിഞ്ഞവളപ്പ് റോഡ് ജംഗ്ഷന്റെ കിഴക്ക് ഭാഗത്തുള്ള നിരവധി ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധം റോഡ് ഇളക്കി മാറ്റി ചളിപ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് അജാനൂരിൽ H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ചു. മുട്ടത്ത് കരുണാകരന്റെ ഭാര്യ ആക്കോടൻ യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആരോഗ്യ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ പനിയും ചുമയും ബാധിച്ച് ഇവരെ ആദ്യം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് പരിശോധനയിൽ H1N1 ലക്ഷണം കണ്ടതോടെ മംഗലാപുരം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 ദിവസമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രി മരണപ്പെട്ടത്. ഇവരുമായി സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 7 പേർക്ക് പനിയും ചുമയും ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്ഥലത്തെത്തിയ ആരോഗ്യ പ്രവർത്തകർ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 18-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് അമ്പലത്തറ പോലീസ് സ്റ്റേഷന് സമീപത്തെ കുളത്തിൽ ഒരാഴ്ച മുമ്പ് കൂട്ടുകാർക്കൊപ്പം കുളിച്ചിരുന്നു. പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിലെ മൊഗവീര മഹാസഭ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 2014 മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മംഗളൂരു മൊഗവീര മഹാസഭ നേതാവ് ഗംഗാധർ പങ്കലയുടെ കൊലപാതക കേസിൽ 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവിനും 15,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പനമ്പൂർ മീനക്കാലിയ സ്വദേശികളായ സതീഷ് ബൈക്കമ്പാടി, ഹരീഷ്, ഭാസ്കർ, ഉടുപ്പി ശിവള്ളി സ്വദേശി പുഷ്പരാജ് എന്നിവരെയാണ് സെക്കൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VN ജഗദീഷ് ശിക്ഷിച്ചത്. പ്രതികളിൽ ഒരാളായ സതീഷ് ബൈക്കമ്പാടിയെ ഗംഗാധറിന്റെ നേതൃത്വത്തിലുള്ള ബൈക്കമ്പാടി മൊഗവീര മഹാസഭയിൽ നിന്ന് ഫണ്ട് തിരിമറിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2014 മെയ് 15-ന് പനമ്പൂർ മീനക്കാലിയ ഷിപ്പിംഗ് ഗോഡൌണിന് സമീപമാണ് കൊലപാതകം നടന്നത്. ഗംഗാധറിനെ കാറിടിച്ച് കൊല്ലുകയായിരുന്നു. റോഡപകടത്തിൽ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. പിഴയായി ഈടാക്കിയ തുകയിൽ 50,000 രൂപ മരിച്ച ഗംഗാധറിന്റെ മക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകാനും ബാക്കി തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. 4 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഓപ്പറേഷൻ വ്യാപക അറസ്റ്റ്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ പരിശോധനയിൽ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
13 ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നതും സൈബർ സാമ്പത്തിക തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വിനിമയം നടത്തുന്ന അക്കൌണ്ടുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സമഗ്ര അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 ಪರಾದಿകൾ തീർപ്പാക്കി. ವೈವಾಹಿಕ ಜೀವನದಲ್ಲಿ ಉಂಟಾಗುವ ಸಮಸ್ಯೆಗಳು ಕೇವಲ ವೈಯಕ್ತಿಕ ಸಮಸ್ಯೆಯಲ್ಲದಾಗುವ ರೀತಿಯಲ್ಲಿ ಸಾಮಾಜಿಕ ವಿಪತ್ತಾಗುತ್ತಿವೆ ಎಂದು ಮಹಿಳಾ ಆಯೋಗದ ಸದಸ್ಯೆ ಅಡ್ವೊಕೇಟ್ ಪಿ ಕುഞ്ഞായിഷ ಕಾಸರಗೋಡು ಕಲೆಕ್ಟರೇಟ್ ಕಾನ್ಫರೆನ್ಸ್ ಸಭಾಂಗಣದಲ್ಲಿ ನಡೆದ ಜಿಲ್ಲಾ ಮಟ್ಟದ ಸಭೆಯೊಂದರಲ್ಲಿ ಆಯೋಗದ ಸದಸ್ಯರು ಮಾತನಾಡುತ್ತಿದ್ದರು. ಸಭೆಯಲ್ಲಿ 36 ದೂರುಗಳಲ್ಲಿ 8 ದೂರುಗಳನ್ನು ವಿಚಾರಣೆಯಲ್ಲಿ ಪರಿಹರಿಸಲಾಗಿದೆ. 4 ದೂರುಗಳನ್ನು ಪೊಲೀಸ್ ವರದಿಗಾಗಿ ವರ್ಗಾಯಿಸಲಾಗಿದೆ. 24 ದೂರುಗಳನ್ನು ಮುಂದಿನ ಸಭೆಯಲ್ಲಿ ಪರಿಗಣಿಸಲಾಗುವುದು. ತಂದೆ ಹಾಗೂ ತಾಯಿಯ ನಡುವಿನ ಸಮಸ್ಯೆಗಳು ಮಕ್ಕಳ ಮಾನಸಿಕ ಆರೋಗ್ಯದ ಮೇಲೆ ಹೆಚ್ಚು ಪರಿಣಾಮ ಬೀರುತ್ತವೆ ಎಂದು ಆಯೋಗದ ಸದಸ್ಯರು ಹೇಳಿದರು. ಇದು ಒಂದು ದೊಡ್ಡ ಸಾಮಾಜಿಕ ವಿಪತ್ತಾಗುತ್ತಿದೆ ಎಂದು ಆಯೋಗ ಹೇಳಿದೆ. ಪರಸ್ಪರ ಅಸಹಿಷ್ಣುತೆ, ನಂಬಿಕೆಯ ಕೊರತೆ, ಆರ್ಥಿಕ ಒತ್ತಡ ಹಾಗೂ ಮೂರನೇ ವ್ಯಕ್ತಿಯ ಹಸ್ತಕ್ಷೇಪದಂತಹ ಅಂಶಗಳು ವಿವಾಹದ ಬಳಿಕ ಉದ್ಭವಿಸುವ ಸಮಸ್ಯೆಗಳನ್ನು ಉಲ್ಬಣಗೊಳಿಸುತ್ತವೆ. ಇದಕ್ಕೆ ಬಲವಾದ ಸಾಮಾಜಿಕ ಜಾಗೃತಿ ಅಗತ್ಯವಾಗಿದೆ. ಆದರೆ ಅನೇಕ ಜನರು ಸಮಾಲೋಚನೆಗೆ ಒಳಗಾಗಲು ನಿರಾಕರಿಸುವ ಸಂದರ್ಭಗಳೂ ಇವೆ. ವೃದ್ಧರನ್ನು ಹೊರಹಾಕುವುದು ಹಾಗೂ ಅವರಿಗೆ ಆಹಾರ, ಚಿಕಿತ್ಸೆ, ಔಷಧವನ್ನು ನಿರಾಕರಿಸುವಂತಹ ಪ್ರವೃತ್ತಿಗಳು ಸಮಾಜದಲ್ಲಿ ಹೆಚ್ಚುತ್ತಿವೆ. ಗಂಡಂದಿರ ಮರಣದ ಸಂದರ್ಭದಲ್ಲಿ ಮಹಿಳೆಯರಿಗೆ ಅವರ ಕುಟುಂಬಗಳಿಂದ ಅನೇಕ ಕಾನೂನು ಸವಲತ್ತುಗಳನ್ನು ನಿರಾಕರಿಸಲಾಗುತ್ತದೆ. ಅರ್ಹವಾದ ಸವಲತ್ತುಗಳನ್ನು ನೀಡದಿರುವುದು, ಆಸ್ತಿಯನ್ನು ವಶಪಡಿಸಿಕೊಳ್ಳುವುದು, ಮನೆಯಲ್ಲಿರುವ ಹಕ್ಕುಗಳನ್ನು ನಿರ್ಬಂಧಿಸುವುದು ಮುಂತಾದ ಬೆದರಿಕೆಗಳನ್ನು ಮಹಿಳೆಯರು ತಮ್ಮ ಕುಟುಂಬಗಳಿಂದ ಎದುರಿಸುತ್ತಾರೆ. ಒಂಟಿತನ, ನಿರ್ಲಕ್ಷ್ಯ ಹಾಗೂ ಅಸಹಾಯಕತೆಯಿಂದಾಗಿ ಅನಾರೋಗ್ಯ ಪೀಡಿತರಲ್ಲದ ಮಹಿಳೆಯರು ಸಹ ಅಸ್ವಸ್ಥರಾಗುತ್ತಾರೆ. ಅಂತಹ ಮಹಿಳೆಯರಿಗೆ ಸಮಾಜದಲ್ಲಿ ಹೆಚ್ಚಿನ ಪರಿಗಣನೆಯ ಅಗತ್ಯವಿದೆ. ಆಯೋಗದ ಸಭೆಯಲ್ಲಿ ಪರಿಹರಿಸಲಾದ ಹೆಚ್ಚಿನ ದೂರುಗಳು ಕೌಟುಂಬಿಕ ಸಮಸ್ಯೆಗಳು, ಆಸ್ತಿ ವಿವಾದಗಳು ಹಾಗೂ ನೆರೆಹೊರೆಯವರಿಗೆ ಸಂಬಂಧಿಸಿದ ದೂರುಗಳಿಗೆ ಸಂಬಂಧಿಸಿವೆ. ಆಯೋಗದ ನೌಕರರಾದ ಅಫ್ಸಲ್ ರಾಫಿ, ಸತೀಶ್ ಕುಮಾರ್ ಸಭೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದರು. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുന്നു. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലൂക്കിഡ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടിത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സ്നേഹ മെർലിനെ പിടികൂടാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുമ്പോഴും സ്നേഹ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. ലഹരി കേസിലകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർഗോട്ടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിന് ഇരയാക്കിയത്. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ചൈൽഡ് ലൈഫ് പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്.
ഇതോടെ സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർകോട്ടേത്. തളിപ്പറമ്പിലെ CPI നേതാവ് K മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. പടന്നക്കാട് റെയിൽ മേൽപ്പാലത്തിന്റെ ഒഴിഞ്ഞവളപ്പ് റോഡ് ജംഗ്ഷന്റെ കിഴക്ക് ഭാഗത്തുള്ള നിരവധി ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധം റോഡ് ഇളക്കി മാറ്റി ചളിപ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. NH 66ന്റെ ഭാഗമായി സർവീസ് റോഡ് ആദ്യം ക്ലിയർ ചെയ്തു കൊടുക്കാതെ കുറച്ചു ദിവസങ്ങളായി ആളുകൾ ദുരിതം അനുഭവിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഒഴിഞ്ഞവളപ്പ് റോഡ് ജംഗ്ഷന്റെ കിഴക്കു ഭാഗത്തുള്ള നിരവധി ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധം റോഡ് ഇളക്കി മാറ്റി ചളിപ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. NH 66ന്റെ ഭാഗമായി സർവീസ് റോഡ് ആദ്യം ക്ലിയർ ചെയ്തു കൊടുക്കാതെ കുറച്ചു ദിവസങ്ങളായി ആളുകൾ ദുരിതം അനുഭവിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ വീടുകളിലേക്ക് വരെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് സമീപത്ത് താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ പറയുന്നു. നമ്മളെ വീടുണ്ട് അവിടെ, അതിൻ്റെ ഒരു ഓഫീസുണ്ട്. ഇതൊരു റേഷൻ കടയാണ്. ഇതൊരു കോഴി വളത്തിന്റെ പിടിയാണ്. കുട്ടികൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് നാളായി, ഇപ്പോൾ തുടങ്ങി 2-3 ദിവസമായുള്ളൂ ഇവിടെ തുടങ്ങിയിട്ട് പണി. ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുന്നിടത്തേക്ക് വരുന്നവർ ചളിക്കുഴിയിൽ വീഴുന്നത് പതിവ് കാഴ്ചയാണെന്ന് പവിത്രൻ എഞ്ചിനീയർ പറഞ്ഞു. ഒരാഴ്ച ഇങ്ങനെ ഈ മഴക്കാലത്ത് കുറേ വീടും അതുപോലെ റേഷൻ കടയിൽ ഏകദേശം 1000-ഓളം റേഷൻ കാർഡുണ്ട്. അപ്പോൾ ആളുകൾക്ക് വന്നിട്ട് പോകാൻ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടിനെ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഒരുപാട് ചളി ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുക വെച്ചാൽ ആൾക്കാരുടെ വഴി തടസ്സപ്പെടുത്തിയിട്ടൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്.
ബന്ധപ്പെട്ടവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാകുമ്പോൾ നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇപ്പോൾ ഇന്ന് പറയുമ്പോഴും നാളെ ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. ഒരുപാട് ആൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വണ്ടി നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പറ്റും, നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. ഒരു മാസത്തോളമായി ഏകദേശം ഈ ഭാഗത്തിലെ നമ്മൾ പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലെ വരുന്ന റോഡ് തടസ്സപ്പെടുത്തിയിട്ട് ഇതുവരെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇവിടെ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പൊതുപ്രവർത്തകനായ ശബരീശൻ പറയുന്നു. കുറേ നാളുകളായി പടന്നക്കാട് നിവാസികൾ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കും കൂടി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്പാൻ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള റെഡിമെയ്ഡ് ബീമിൻ്റെ പണി ഇപ്പോൾ നടക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ നിലം ലെവൽ ചെയ്തിട്ടുള്ളത്. ഈ ലെവൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് എന്തിൻ്റെ ലെവലിംഗ് നടത്തിയപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള കുറച്ച് വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ പോലും ഇപ്പോൾ നിലവിൽ ഈ അധികൃതർ ശരിയാക്കി കൊടുക്കുന്നില്ല. സ്വാഭാവികമായും ആ വീടുകളിലേക്ക് പോകാൻ വേണ്ടി ചളി ചവിട്ടി ചളിക്കകത്തുകൂടി വേണം വീടിനകത്ത് കയറാൻ വേണ്ടി. ഇനിയിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മഴകൾ കണക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വീടിനകത്തേക്കും ഈ ചളിവെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടാവും. നേരത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. ഇപ്പോൾ തൊട്ടടുത്ത ഈ പാലത്തിൻ്റെ മുകളിലെ സ്ഥിതി തന്നെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് തന്നെ അത് പൊളിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾ നിരന്തരം അവിടെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചിട്ടാണ് ദേശീയപാതയുടെ പ്രവൃത്തികളെല്ലാം കാണാൻ പറ്റുന്നത് എന്ന് ജോൺ ഐമൺ പറഞ്ഞു. ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളോളായി. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പല മേഖലകളിലും ഇതുവഴി പോകേണ്ടവരാണ്. പാവപ്പെട്ടവർക്ക് റേഷൻ വാങ്ങാൻ ഇപ്പം വരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആസ്പത്രിയിൽ പെട്ടെന്ന് ഒരു രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ഒരു അത്യാധീനം ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ആസ്പത്രിയിലേക്ക് വരണമെങ്കിൽ ഈ ചളീവ് നിറഞ്ഞ ഈ വഴിയിൽ കൂടി എങ്ങനെ വരും? ഇതിപ്പോൾ മേഘൻ്റെ ഒരു സബ്ബാന്തമൊന്നും കൊടുത്തിട്ടില്ല. ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തെ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഈ പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ട്. എന്ത് ചെയ്തോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ്. ഇത് ഈ മഴക്കാലത്ത് എന്തിനു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? വേനൽക്കാലം ഉണ്ടായിട്ടില്ലേ? ഇനി ഇതെപ്പോൾ തീരുമെന്ന് ഇപ്പോൾ പറയും. ഇപ്പോൾ ഇന്നിപ്പോൾ വാർത്തയുണ്ട്, ഇടിമിന്നലോടുകൂടി കനത്ത മഴയാണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇതെല്ലാം ആരനുഭവിക്കുന്ന ദുഃഖങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളല്ലേ. ഇതിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അധികൃതർ എല്ലാവരും ഇപ്പം നമ്മളെ പാവപ്പെട്ട ജനങ്ങളെ വിഷമം സംഭവിക്കുന്ന ഇതായിക്കൊണ്ടുണ്ട്. എന്നാലും അധികൃതരൊന്നും അന്വേഷിക്കേണ്ട ഇതിനെ പറ്റിയിട്ട്. NH-66 ഭാഗമായി സർവീസ് റോഡ് ആദ്യം ക്ലിയർ ചെയ്തു കൊടുക്കാതെ കുറച്ചു ദിവസങ്ങളായി ആളുകൾ ദുരിതം അനുഭവിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണാത്ത പക്ഷം വൻ ദുരന്തത്തിനാവും സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ടക്ടർ രാജേഷ് ചികിത്സാ സഹായം ബസ് കിംഗ് വാട്സ്ആപ്പ് കൂട്ടായ്മ കാരുണ്യ ബസ് യാത്ര നടത്തി. പരപ്പ, നെല്ലിടുക്കം, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന കൃഷ്ണപ്രിയ ബസ്സാണ് കാരുണ്യ യാത്ര നടത്തിയത്. പാറപ്പള്ളി ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് കൊന്നക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോസഫ് ബസിന്റെ കണ്ടക്ടർ 30 വയസ്സ് മാത്രം പ്രായമുള്ള രാജേഷിന്റെ ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ബസ് കിംഗ് വാട്സ്ആപ്പ് ആപ്പ് കൂട്ടായ്മ കാരുണ്യ ബസ് യാത്ര നടത്തി. പരപ്പ, നെല്ലെടുക്കം, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന കൃഷ്ണപ്രിയ ബസ്സാണ് കാരുണ്യ യാത്ര നടത്തിയത്. ഇന്നൊരു ദിവസം യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ സ്വരൂപിക്കുന്ന തുക രാജേഷിന്റെ ചികിത്സാ ചെലവിലേക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് കാരുണ്യയാത്ര നടത്തിയത്. നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങുന്ന ആദ്യത്തെ കാരുണ്യയാത്ര നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ K. അജിത ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കഴിഞ്ഞ ആഴ്ച പാറപ്പള്ളി ബസ് അപകടത്തിൽ ബസ്സിൻ്റെ അടിയിൽപ്പെട്ട് ചികിത്സയിലാണ്. കാസർഗോഡ് മിംസ് ഹോസ്പിറ്റൽ ചികിത്സ. സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയില്ലാത്ത കുടുംബമാണ്. ഇപ്പോൾ തന്നെ ഒരു 7-8 ലക്ഷം രൂപയോളം ചെലവിനായി. എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതൽ റെസ്റ്റ് വേണ്ടിവരുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗവും കൃഷ്ണപ്രിയ ബസ് ഉടമയുമായ രതീഷ് അധ്യക്ഷത വഹിച്ചു. വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗങ്ങൾ, ബസ് ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഷിഗല്ല പ്രതിരോധവും പാനീയ ചികിത്സയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും ജില്ലാതല ഉദ്ഘാടനവും അജാനൂർ പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു.
ഷിഗല്ല പ്രതിരോധവും പാനീയ ചികിത്സയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും ജില്ലാതല ഉദ്ഘാടനവും അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷിഗല്ല രോഗം. നമ്മളൊക്കെ ആദ്യം ഒന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു പേടി ഉണ്ടായെങ്കിലും പൊതുവെ എല്ലാ ആളുകളോടും അത് പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, അതിനാവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്താൽ. അതുകൊണ്ടാണ് ജില്ലാ മെഡിക്കൽ വിഭാഗത്തിന്റെ ഭാഗമായി പെരിയ CHCയിലെ വിജിസാർ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിനകത്തെ ആ പ്രദേശം തീരദേശ മേഖലയാണ് ഒന്ന് രോഗം പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും 100% നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇടപെട്ടതുകൊണ്ടും അവിടെ കൂടുതൽ രോഗികൾ ഇല്ലാതെ നമുക്ക് ആ രോഗത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ അറിയാം, തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് പുല്ലൂർപേരി പഞ്ചായത്ത്. ഇന്നലെ അവിടെ കുളത്തിൽ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി കുളിച്ചതിന്റെ ഭാഗമായി അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് അവരിപ്പോൾ ആശുപത്രിയിലാണ്. അതറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പിനകത്തേക്കും വാട്സാപ്പ് സന്ദേശമായി നൽകിയിട്ടുണ്ട്. മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ KT ദിനാചരണ സന്ദേശം നൽകി. ബിന്ദു K, MV രാഘവൻ, കുഞ്ഞാമിന C, കാവ്യ TV, ധന്യ ദയാനന്ദൻ, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ചന്ദ്രൻ M, അനിൽകുമാർ R, ധനേഷ് KC, സുധീർ MN, ബിജു ബാലുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സന്തോഷ് B സ്വാഗതവും ബിജു ബാലുശ്ശേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിട്ടയർഡ് അധ്യാപകനും മാതൃഭൂമി ഹോസ്ദുർഗ് ലേഖകനുമായിരുന്ന കാവുങ്കാൽ നാരായണൻ അനുസ്മരണം നടന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. റിട്ടയർഡ് അധ്യാപകനും മാതൃഭൂമി ഹോസ്ദുർഗ് ലേഖകനുമായിരുന്ന കാവുങ്കാൽ നാരായണനെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ യോഗം അനുസ്മരിച്ചു. ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, M അസിനാർ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, C മുഹമ്മദ് കുഞ്ഞി, MC ജോസ്, A ദാമോദരൻ, പപ്പൻ കുട്ടമത്ത്, ബാബു കുന്നത്ത്, അരവിന്ദൻ മാണിക്കോത്ത്, മാനുവൽ കുറിച്ചിത്താനം, T മുഹമ്മദ് അസ്ലം, TK നാരായണൻ, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാടിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പഠിപ്പിച്ച കാവുങ്കാൽ നാരായണ മാഷയും നമ്മളിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. നാരായണ മാഷെ താലൂക്കിനകത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അധ്യാപന രംഗത്തും അതിലുപരി സാംസ്കാരിക, നാടക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ചാർത്താൻ മാഷിന് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ള വർഷക്കാലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സ്ഥാപന സമയത്ത് ഇന്ന് അതിന് നേതൃത്വം നൽകിയ ദാമോദരനും മോമോനി മാഷും മാഷും ഒന്നും നമ്മുടെ കൂടെയില്ല. ബാബു കോട്ടപ്പാറ സ്വാഗതവും KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും ആദരവും നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും ആദരവും അനുമോദനവും നടന്നു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിലുള്ള ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ സുധീഷ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ നമ്മൾ നടത്തപ്പെടും. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്ലെയിമുകളിലൊന്നും
ഗണ്യമായിട്ടുള്ള ഒരു പരിഗണന ഇൻഷുറൻസ് കമ്പനി കിട്ടുന്നില്ല. കാരണം അവർ എങ്ങനെയെങ്കിലും നമ്മുടെ ക്ലെയിമുകൾ തള്ളണം എന്നുള്ള ചിന്താഗതി കൂടെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലെയിമുകളും. ഏകദേശം 650, 700, 800 പരം ആളുകളുടെ ഇന്റിമേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്ന വർഷത്തോറും. അപ്പൊ ഇത്രയും ആളുകളുടെ ഇത് കണ്ടപ്പോൾ ഇൻഷുറൻസ് കമ്പനി വാങ്ങുന്നേക്കാളും 5 ഇരട്ടിയാണ് നമുക്ക് തിരിച്ചറിയേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എന്താക്കി, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ക്ലെയിമിന്റെ പ്രീമിയത്തിന് വേണ്ടി നമ്മൾ കോട്ട് എടുത്തപ്പോ 500 രൂപയിൽ കുറയാത്ത പൈസയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്ക് നമ്മൾ അടക്കേണ്ടതായിട്ട് വരാന്നുള്ളൊരു അറിയിപ്പ് കിട്ടി നമുക്ക്. യൂണിറ്റ് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് എം എൻ ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി എം ദേവദാസ് സംഘടനാ വിശദീകരണവും ജില്ലാ ട്രഷറർ വി മനു വിനായക ട്രെയിനിംഗ് കാര്യങ്ങളെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസിനെക്കുറിച്ചും ജില്ലാ വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ വർക്ക്ഷോപ്പ് ബ്രാൻഡിംഗിനെക്കുറിച്ചും സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനാ ഭാരവാഹികളെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മഹേഷ് റാവു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ആർബിട്രേഷൻ കമ്മിറ്റി അംഗം രതീഷ് മടിക്കൈ, സംസ്ഥാന കമ്മിറ്റി അംഗം പി അരവിന്ദൻ, രതീഷ് കാസർഗോഡ്, വി ജയരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ചയും നടന്നു. യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ അരുൺകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു.
ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ ജാഗ്രതയും പങ്കാളിത്തവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിൽ എല്ലാവരും തൂഫാൻ വാരിയർമാരായി മാറി ലഹരിക്കെതിരെ രംഗത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കമലാക്ഷി അധ്യക്ഷത വഹിച്ചു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഷഹീമ ഫിദ, EK ഇബ്രാഹിം കുഞ്ഞി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് ഹനീഫ്, മോഹൻ റായ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K ഹരീഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B പാത്തു നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. റോട്ടറി കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് പരിശീലന ക്ലാസും ബോധവൽക്കരണ ക്ലാസും ആനന്ദാശ്രമം സ്പെഷ്യൽ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് പരിശീലന ക്ലാസും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആനന്ദാശ്രമം സ്പെഷ്യൽ സ്കൂൾ ഹാളിലാണ് ക്ലാസ് നടന്നത്. പരിപാടി റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അധികം ബഹുമാനവും സ്നേഹവും അർഹിക്കുന്നവരാണ്. അവരുടെ ജീവിതം തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുന്നത് സമൂഹത്തോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കടമയുടെ ഭാഗമാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ ലളിതമായ ഒരു ജീവിത മാർഗമല്ല അത്. കുട്ടികൾ പല രീതിയിലായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുന്നുണ്ടാവുക, പല രീതിയിൽ പരീക്ഷണങ്ങൾ കൂടി നേരിടുന്നവരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ഒരുപാട് ഗുണം ചെയ്യും. മുമ്പോട്ടുള്ള ഈ ഒരു വർഷത്തേക്കുള്ള മുമ്പോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന തരത്തിലാണ് മായ ടീച്ചർ ഇന്നത്തെ ക്ലാസ് സ്കൂൾ ഡയറക്ടർ H ഗജാനന കാമത്ത് അധ്യക്ഷത വഹിച്ചു. മുഖ്യ പരിശീലകരായ അധ്യാപകർ ക്ലാസ് എടുത്തു. PV ദേവകി, മുഹമ്മദ് അസ്ലം, ഡോക്ടർ രാജി സുരേഷ്, KN പ്രഭാകരൻ നായർ, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഡെപ്യൂട്ടി ഡയറക്ടർ N സുരേഷ് സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ സിസ്റ്റർ ജിസ്മരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇക്കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് അനുമോദിച്ചു. ബാങ്കിന്റെ A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ 2 പരീക്ഷകളിലും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചത്. വടക്കേ തൃക്കരിപ്പൂർ, തെക്കേ തൃക്കരിപ്പൂർ, ഉദിനൂർ വില്ലേജുകളുടെ പരിധിയിലെ ഉന്നത വിജയം നേടിയ 32 വിദ്യാർത്ഥികളെ സന്ദീപ് വാര്യർ MLA അനുമോദിച്ചു. അടുത്ത
+2 ആണ്. അനുഗ്രഹ ആൻറ്റി. അംഗീകരിച്ചതിൽ തീർച്ചയായിട്ടും ഈ ബാങ്കിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരും അനിയന്മാരും ഇന്ന് അവർ ആദരവുകൾ ഏറ്റുവാങ്ങാൻ വന്നിട്ട് തീർച്ചയായിട്ടും ഇത് ഒന്നിലധികം തവണ നമ്മളവരെ കണ്ടുകഴിഞ്ഞു. എന്തായാലും അവരുടെ ഭാവിയിലേക്ക് എല്ലാ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അനുവാദത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് സി രവി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സുനിൽകുമാർ മുഖ്യാതിഥിയായി. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ, ഡയറക്ടർമാരായ വി വിജയൻ, അബ്ദുൽ അസീസ്, പി സുബ്രഹ്മണ്യൻ, എൽ കെ യൂസഫ്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ MLA ആയ സന്ദീപ് വാര്യർക്ക് ബാങ്ക് അധികൃതർ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് വൈവിധ്യവൽക്കരണത്തിലേക്ക്. പ്രശസ്ത ചിന്തകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിന്റെ സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ 4ാം സ്മൃതി ദിനത്തിലാണ് ഇന്റഗ്രൽ ബുക്ക് പുസ്തക പ്രസ്ഥാന രംഗത്ത് വൈവിധ്യവൽക്കരണത്തിന് സജ്ജമായത്. പ്രശസ്ത ചിന്തകനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിന്റെ സ്ഥാപകനുമായ ശ്രീകാന്തിന്റെ 4ാം സ്മൃതി ദിനത്തിൽ ഇന്റഗ്രൽ ബുക്സ് പുസ്തക പ്രസ്ഥാന രംഗത്ത് വൈവിധ്യവൽക്കരണത്തിന് സജ്ജമായി. ഭാരതീയ തത്വചിന്തയെ ആധുനിക സയൻസിന്റെ പശ്ചാത്തലത്തിൽ അപഗ്രഥിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നു ഇതിനോടകം ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സാഹിത്യം, ശാസ്ത്രം, തത്വചിന്ത, യാത്രാവിവരണം, നിരൂപണം തുടങ്ങി വിവിധങ്ങളായ പുസ്തകങ്ങൾ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് ചെയർമാൻ ഡെന്നി അമൃതഗിരി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് രാമനഗരം ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തുള്ള സൗകര്യപ്രദമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആനന്ദാശ്രമം മഠാധിപതി പൂജനീയ മുക്താനന്ദ സ്വാമിജി ഭദ്രദീപം കൊളുത്തി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ശരീരം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അമ്മയുടെ വയറ്റിൽ തരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. നമ്മുടെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം പ്ലാൻ ചെയ്യില്ലേ? അതുമാതിരി എന്തെങ്കിലും ചെയ്തോ? ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, നിൽക്കാനുള്ള ഭൂമി, സഞ്ചരിക്കാനുള്ള സ്പേസ്, ജീവൻ നിലനിർത്തുന്ന ചൂട്, സൂര്യൻ, മഴ, വൃക്ഷങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ, പച്ചക്കറികൾ, പഴങ്ങൾ ഏതെങ്കിലും നമ്മൾ കൊണ്ടുവന്നു? ഏതെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തോ? അപ്പോഴാണ് നമ്മൾ ഈ നാരീകരണം നമ്മൾക്ക് നമ്മൾ അയച്ച ഒരു ശക്തിയുണ്ട്. വെറുതെ അയക്കുമോ? ഓരോരുത്തർക്കും ഓരോ ദൗത്യവും കൊടുത്തു. ഈ ദിശയിൽ കാണുമ്പോഴാണ് ഓരോരുത്തരുടെ ജോലി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് സാറിന് കൊടുത്ത ജോലിയായിരുന്നു അതിൽ കൂടെ പ്രകാശിക്കുക. അതിനാണ് ആ ഒരു ജന്മം കൊടുത്തത്. നമ്മളൊരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. സർവേശ്വരൻ്റെ ദൗത്യം നമ്മളിൽ എല്ലാവരിലും പ്രകാശിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തും പ്രകാശിക്കും. ആ ദൗത്യം ഇന്ന് അനുസ്യൂതം തുടരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള അടുത്ത തലമുറയും പ്രചോദനം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഇന്റഗ്രൽ ബുക്സായിട്ട് നമ്മൾ ചേരുമ്പോൾ, ഇന്റഗ്രൽ ബുക്സിന് വേണ്ടി ആവുന്നത് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും വന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. ചടങ്ങിൽ ഇന്റഗ്രൽ ബുക്സ് പബ്ലിക്കേഷൻസ് ഡയറക്ടർ ജ്യോതിഷ ഡെന്നി അമൃതഗിരി, കോർഡിനേറ്റർ നിഷാന്ത് വീട്ടി, മാനേജർ ഉണ്ണി കാട്ടുകുളങ്ങര, ശ്രീകാന്തം സ്മൃതി സമിതി പ്രവർത്തകരായ വാമനൻ നായർ, രമേശൻ പുതിയകണ്ഠം, ദിനേശ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ശ്രീകാന്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. മംഗളൂരുവിലെ മൊഗവീര മഹാസഭാ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 2014 മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു 1.5 മാസം പിന്നിടുന്നു. പടന്നക്കാട് റെയിൽ മേൽപ്പാലത്തിന്റെ ഒഴിഞ്ഞവളപ്പ് റോഡ് ജംഗ്ഷന്റെ കിഴക്ക് ഭാഗത്തുള്ള നിരവധി ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധം റോഡ് ഇളക്കി മാറ്റി ചളിപ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.